ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ഭാര്യയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഭർത്താവിന് 9 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ. പൂക്കോട് തൊഴിയൂർ തയ്യൽ വീട്ടിൽ രാജീവിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി ശിക്ഷിച്ചത്. ചേലക്കര സ്വദേശിനി കൊണ്ടോർ വീട്ടിൽ 36 വയസ്സുള്ള സരിതയെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ. തൊഴിയൂരിലുള്ള രാജീവിന്റെ വീട്ടിൽ 2018 ജൂലൈ 21-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തയ്യൽ ജോലി കഴിഞ്ഞു വന്ന സരിത വീട്ടിലെ ഹാളിൽ ഇരിക്കുകയായിരുന്ന സരിതയുടെ അച്ഛൻ ചന്ദ്രനും ഭർത്താവ് രാജീവനും മക്കൾക്കും ചായ ഉണ്ടാക്കി നൽകിയ ശേഷം കറിയുണ്ടാക്കുന്നതിനുള്ള പച്ചക്കറി എടുക്കാൻ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് രാജീവ് ഇരുമ്പു ചുറ്റിക കൊണ്ട് പിറകിലൂടെ വന്ന് സരിതയുടെ തലയിൽ ആഞ്ഞടിക്കുകയായിരുന്നു. 4 അടികളേറ്റ സരിത ചോരയിൽ കുളിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ സരിതയുടെ അച്ഛനും മക്കളും ബഹളമുണ്ടാക്കി. ഉടൻ തന്നെ സരിതയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റി. സരിത ഇപ്പോഴും ചികിത്സയിലാണ്. സരിതയ്ക്കും രാജീവിനും 3 ആൺമക്കളാണുള്ളത്. സംഭവം കണ്ട സാക്ഷിയായ മകൻ വിവരങ്ങൾ കോടതിയിൽ പറഞ്ഞത് ഏറെ നിർണായകമായി. സരിതയും രാജീവും വയസ്സുകൊണ്ട് വളരെ പ്രായവ്യത്യാസമുള്ളവരായിരുന്നു. അതുകൊണ്ട് രാജീവിന് തന്നെ സംശയമുള്ളതായി സരിത മൊഴി നൽകി. രാജീവ് നിർബന്ധിച്ചാണ് തയ്യൽ ജോലിക്ക് പോയതെന്നും സരിത പറഞ്ഞു. 2016-ൽ രാജീവ് സരിതയെ കുളിമുറിയിൽ വെച്ച് കഴുത്തുപിടിച്ച് കൊല്ലാൻ നോക്കുകയും ചിരവ മുട്ടിക്കൊണ്ട് തലയ്ക്ക് അടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് മക്കളുടെ ഭാവിയോർത്തും വിവാഹബന്ധം നിലനിന്നു പോകണം എന്നാഗ്രഹിച്ചും പരിക്ക് പറ്റിയിട്ടും സരിത പോലീസിൽ പരാതി നൽകിയില്ല. സംഭവത്തിന് 3 ദിവസം മുൻപ് മുതൽ രാജീവ് സരിതയെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. ഇതോടെ ഭയം മൂലം അച്ഛനെ നാട്ടിൽ നിന്നും വിളിച്ചു വരുത്തി. അന്നു തന്നെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ രാജീവിനെതിരെ സരിത പരാതിയും നൽകി. പരാതിക്ക് ശേഷം രാജീവ് ഒളിവിൽ പോയി. പിന്നീട് സംഭവ ദിവസമാണ് രാജീവ് വന്ന് സരിതയെ ആക്രമിച്ചത്. സരിത പോലീസിന് നൽകിയ പരാതിയും മകന്റെ മൊഴിയും നിർണായകമായി. പ്രതി മാനസിക രോഗിയാണെന്നും പ്രതി കുറ്റക്കാരനല്ലെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. തുടർന്ന് പ്രതിയെ മാനസിക നില പരിശോധനയ്ക്ക് അയക്കുകയും പ്രതിക്ക് മാനസിക തകരാറില്ല എന്ന റിപ്പോർട്ടും കോടതി ശേഖരിച്ചു. അങ്ങനെ പ്രതി മാനസിക രോഗിയാണെന്ന ഹർജി കോടതി തള്ളി. ഗുരുവായൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഇ ബാലകൃഷ്ണനാണ് പ്രതിക്കെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 13 സാക്ഷികളെയും 16 രേഖകളും ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ ഹാജരായി. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.